എന്തൊക്കെയാണ് സമരായുധങ്ങൾ? ഏത് സമരായുധമാണ് മതതീവ്രവാദം, മാവോയിസം? ചാണകം മതതീവ്രവാദവും മാവോയിസവുമാണ് എന്ന് സംബന്ധിച്ചാൽ കരിയോയിൽ ഏത് മതമാണ്, ഏത് മാവോയിസമാണ്? കരിയോയിൽ സമരം കേരളത്തെ പരിചയപ്പെടുത്തിയത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ്. പാമ്പിനെ കൊല്ലൽ സമരം കേരളത്തിന് പരിചയപ്പെടുത്തിയത് CPM-ന്റെ പ്രവർത്തകരാണ്. സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ MV രാഘവനെതിരിൽ ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി പാമ്പിനെ കൊല്ലൽ സമരം പറശ്ശിനിക്കടവിൽ നടപ്പിലാക്കപ്പെട്ട നാടാണ് നമ്മുടെ നാട്. ക്ലാസ് റൂമിൽ നിന്ന് കുട്ടികളുടെ മുമ്പിൽ വെച്ച് അധ്യാപകനെ കൊല്ലുന്ന സമരവും നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി SIയെയും CAയെയും ബന്ദിയാക്കി പ്രതികളെ മോചിപ്പിച്ചുകൊണ്ടിരുന്ന സമരത്തിനും കേരളം സാക്ഷിയായിട്ടുണ്ട്. ഇത്തരം സമര സന്ദർഭങ്ങളിൽ നിന്ന് ഉപയോഗിക്കാത്ത വാക്ക് മാവോയിസം എന്ന വാക്ക്, ഇത്തരം സമര സന്ദർഭങ്ങൾ ഉപയോഗിക്കാത്ത വാക്ക് മതതീവ്രവാദം എന്ന വാക്ക് കിനാരിൽ മാത്രം ഉപയോഗിച്ചതിൻ്റെ പിന്നിലെ കെമിസ്ട്രി എന്താണ്, രസതന്ത്രം എന്താണ്, ജീവശാസ്ത്രം എന്താണ്? ഇത് ചോദിക്കുവാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് വിചാരണ ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട വശമാണിത്. ഉപരോധിച്ചു കളഞ്ഞു. അപരാധമാണ്, ഉപരോധം അപരാധമാണ് എന്ന് മുതലാണ് ഉപരോധം അപരാധമായത്. വിലക്കയറ്റത്തിനെതിരെ കേരളത്തിലെ റോഡ് മുഴുവൻ ഉപരോധിച്ച് തളരുന്നതിന് മുമ്പാണ് ഇത്തരമൊരു പ്രശ്നം എളമരം കരീമിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഉന്നയിക്കുന്നത് എന്ന് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. ഉപരോധം എന്ന് മുതലാണ് അപരാധമായത്. ഉപരോധ സമരങ്ങളെ എങ്ങനെ നേരിടണമെന്നാണ് കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം. റെയിൽവേ ഉപരോധിച്ചിട്ടുണ്ട്, ബസ് ഉപരോധിച്ചിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചിട്ടുണ്ട്, ആദായ നികുതി വകുപ്പ് ഉപരോധിച്ചിട്ടുണ്ട്. ഉപരോധ സമരക്കാരും പോലീസ് തമ്മിൽ ധാരണയുണ്ടാകും. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കും. ചിലരെ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, ചിലരെ കുറച്ച് ദൂരത്തെത്തുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറയും. പക്ഷേ കിനാലൂരിൽ ഭൂമി സർവേയുമായി ബന്ധപ്പെട്ട് ഒരു ഉപരോധം നടന്നപ്പോൾ മാത്രം അത് പെട്ടെന്ന് അടിപിടിയിൽ കലാശിച്ചത് എന്തുകൊണ്ട്? സമരക്കാർ കല്ലെറിഞ്ഞു എന്നാണ് പറയുന്നത്. സമരക്കാർ കല്ലെറിയുന്ന സ്വഭാവക്കാരോ പ്രകൃതക്കാരോ അല്ല. ആരാണ് കല്ലെറിഞ്ഞത് എന്ന് അവിടെയും ഇവിടെയും വെച്ച് പറയാതെ അന്വേഷണത്തിലൂടെ തീരുമാനിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അന്വേഷണത്തിലൂടെ തീരുമാനിക്കണം. സമരം 2-3 മാസമായി തുടങ്ങി, ഇതുവരെയും കല്ലേറുണ്ടായിട്ടില്ല. സമരത്തിനെതിരെ ആക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും സമരക്കാർ കല്ലെറിഞ്ഞിട്ടില്ല. കല്ലെറിഞ്ഞ് സമരത്തെ പൊളിക്കുക എന്ന പരിപാടിയും അവർക്കില്ല. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമരത്തെ പോലീസ് പെട്ടെന്ന് തന്നെ ബലം പ്രയോഗിച്ച് നേരിടാൻ തീരുമാനിച്ചപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരാണ്. പോലീസ് അതിരുകവിഞ്ഞ് പെരുമാറിയിട്ടുണ്ട് എന്നതിന് ലോകം സാക്ഷിയാണ്. അങ്ങനെയല്ലല്ലോ സമരം നേരിടാൻ. സമരം നടക്കുന്ന പരിസരത്തെ വീടുകളിലെ കയറി ചവിട്ടും കുത്തും, നിർത്തിയിട്ട വാതിലുകൾ അടിയും പിടിയും, ഇങ്ങനെയൊന്നും കൈകാര്യം ചെയ്യപ്പെടുന്ന രീതിയല്ല കേരളത്തിലുള്ളത്. അഥവാ ഈ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന രീതി ഏത് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാകാം. ഏത് ഭാഗത്ത് നിന്നുണ്ടായി? ന്യായമായും സംശയിക്കപ്പെടുന്നത് സമരത്തിൻ്റെ പുറത്ത് നിന്നുണ്ടായി എന്നാണ്. സമരത്തെ പൊളിക്കുവാൻ വേണ്ടി ഒരുപാട് പോസ്റ്ററുകൾ, സമരത്തെ പൊളിക്കുവാൻ വേണ്ടി നുണപ്രചരണങ്ങൾ അതിന് മുമ്പേ നടന്ന കാരണത്താൽ സാഹചര്യ തെളിവുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സമരത്തിൻ്റെ പുറത്തു നിന്ന് സമരം ഒരു ദുരന്തമാക്കി കലാശിപ്പിക്കുവാനുള്ള ചില ആസൂത്രണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്ന് ന്യായമായും സംശയിക്കുന്നു എന്നാണ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് സ്വഭാവം സ്വീകരിക്കണമെങ്കിൽ വ്യക്തമായ അന്വേഷണവും കൃത്യമായ പഠനവും നടക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്ത്രീകൾ സമരം ചെയ്തു കളഞ്ഞു എന്നതും പരാതിയായി വരുന്നു. വനിതാ കമ്മീഷൻ പോലുള്ള വളരെ പവിത്രമായ സ്ഥാപനങ്ങൾ അത് ഉന്നയിക്കുമ്പോൾ കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിൻ്റെ മാനസികാവസ്ഥയും സമരബോധത്തെയും ഏത് ലൈനിലൂടെ തിരിച്ചുവിടാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്ന് സംശയിച്ചു പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം, സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യുവാനുള്ള പ്രേരണ അവരുടെ മതം തന്നെയാണ് അവർക്ക് നൽകുന്നത്. മതക്കാർ പള്ളിയിലെ പ്രവേശിക്കാവൂ, റോഡിൽ പ്രവേശിക്കരുത്, അതിവിടെ രാഷ്ട്രീയക്കാരില്ലേ എന്ന ജന്മിത്ത മനോഭാവത്തോടെയുള്ള ചോദ്യത്തിൻ്റെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഒരു ശ്രമം മുമ്പ് ചിലർ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്തു വന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനെ ചോദ്യം ചെയ്തു വന്ന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി. ഓരോ മതത്തിനും ആ മതത്തിൻ്റെ ദാർശനിക പരിസരത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ, വികസനത്തെ, സാമൂഹികതയെ, സമ്പദ്ക്രമത്തെ നിർവചിക്കാനുള്ള അധികാരമുണ്ട് എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും വളരെ ശക്തമായ ദാർശനിക അടിത്തറ. ഈ ദാർശനിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പ്ലാച്ചിമടം മുതൽ കിനാലൂർ വരെയുള്ള സമരത്തിൽ ഈ സംഘടന ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മേലിൽ ദയവ് ചെയ്ത് നിങ്ങൾ മതക്കാർക്ക് എന്താ ഇവിടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇനിയും നിങ്ങൾക്ക് മതം മനസ്സിലായിട്ടില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് മതത്തിൻ്റെ ബാലപാഠങ്ങളും പാഠപുസ്തകങ്ങളും വായിച്ചുകൊണ്ട് മാത്രമേ
ഭാവി കേരളത്തെ അഭിമുഖീകരിക്കാനും കഴിയുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. വാഹുദ്ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.